ഉണ്ടാകട്ടെ എന്ന ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ആ വാക്കിന്റെ താളത്തിൽ ലയിച്ച് ഒരു കൂട്ടം യുവജനങ്ങൾ സ്പെരൻസ 2025 ഇരിഞ്ഞാലക്കുട രൂപത യുവജനങ്ങൾക്കായി നടത്തുന്ന മ്യൂസിക്കൽ റിട്രീറ്റ്. ഏകദേശം 500ഓളം യുവജനങ്ങൾ അണിചേരുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും ചേരാം അല്പനേരം. സ്പെരൻസ 2025 മ്യൂസിക്കൽ റിട്രീറ്റിൻ്റെ ജനറൽ കോർഡിനേറ്റേഴ്സായ 2 യുവ വൈദികരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജോഷിച്ചനും ചാക്കോച്ചനും, ഇവരൊക്കെ നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്. അച്ഛാ, ഈ സ്പെരൻസ എന്ന് ഉദ്ദേശിക്കുന്ന ഈ റിട്രീറ്റിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? സ്പെരാൻസ് എന്ന വാക്കിനർത്ഥം പ്രത്യാശ, ഹോപ്പ് എന്നാണ്. പരിശുദ്ധ പിതാവ് പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് യുവജനങ്ങൾ മാറണമെന്ന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് ഇത് യുവജന വർഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക. ഇപ്പോൾ രൂപതയിലെ CYM, ജീസസ് യൂത്ത്, CLC 3 സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ഇടവകയിലെ സെലക്റ്റഡ് ആയിട്ടുള്ള 500ഓളം യുവാക്കളെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരം ഞങ്ങൾ ഇതുപോലൊരു കൂട്ടായ്മകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. കുറച്ചധികം കാലമായിട്ട് ഇവിടെ നടത്താറില്ല. വീണ്ടും ഞങ്ങൾ ഈ ഒരു വെന്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് യുവജനങ്ങളെ കുറേയും കൂടിയും ഈ കാലഘട്ടത്തിൽ അവരെ ശക്തിപ്പെടുത്തുക, അവരെ ഇനി ഇടവുകളിലേക്ക് ഇവരെ കുറേയും കൂടിയും പ്രവർത്തന മേഖലകളിലേക്ക് പറഞ്ഞു വിടുക, അതിനെ സജ്ജപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 500-ൽ താഴെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് യുവജനങ്ങളെ അതിന് പ്രാപ്തരാക്കുക, സജ്ജീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഏറ്റവും അധികം നേരിടുന്ന വെല്ലുവിളികളാണ് ലഹരിയും മറ്റ് റിലേഷൻഷിപ്പൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ നമ്മുടെ കുട്ടികൾക്ക് ഈശോയാണ് ഏറ്റവും വലിയ ലഹരി എന്ന് കൊടുക്കുക. ഒപ്പം സംഗീതത്തിലൂടെ ഈ ഒരു ധ്യാനത്തിനെ കൊണ്ടുപോവുക. കുട്ടികൾക്ക് സംഗീതം ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ബിനോജച്ചൻ അങ്ങനെ ഒരു ഗൈഡിങ് കൊടുക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ധ്യാനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ വലിയ നമ്പർ എന്നതിനേക്കാൾ ഉപരി ഉള്ളവർ വളരെ സ്നേഹപൂർവ്വം ഈശോയുടെ പ്രവാചകരായിട്ട് മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതിലൂടെ. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഈ വൈദികർ നടത്തുന്ന ഈ പ്രയത്നത്തിനെല്ലാം ദൈവം നല്ല രീതിയിൽ പ്രതിഫലം നൽകട്ടെ. എല്ലാവരെയും, ഇവിടെ കൂടുന്ന എല്ലാ യുവജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. സ്പെരൻസ 2025 ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികർ ഇരിഞ്ഞാലക്കുട യുവജനങ്ങൾക്കായി നടത്തുന്ന ഈ ധ്യാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മ്യൂസിക്കൽ റിട്രീറ്റ് ആണ്. ഈ മ്യൂസിക്കൽ റിട്രീറ്റ് നയിക്കുന്നത് യൂറോപ്പിലെ യൂത്തിൻ്റെ ഡയറക്ടറായ ബിനോജച്ചനാണ്. അപ്പോൾ ബിനോജച്ചനോട് ചോദിച്ചറിയാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ കൺസെപ്റ്റ് അത് എന്തിനെ ബേസ് ചെയ്താണ്, എങ്ങനെയാണ് അച്ഛൻ ഈ 2-3 ദിവസം യുവജനങ്ങളെ നയിക്കാൻ പോകുന്നത്? യുവജനങ്ങൾ പാവങ്ങളല്ലേ, അവരെ വളരെ കഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ് ഏറ്റവും ആയത്. ഞാൻ 2014 അച്ഛനായ സമയം തൊട്ട് യൂത്ത് മിനിസ്ട്രിയിലാണ്. എനിക്ക് ആ സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചൊരു കാര്യം യൂത്തിനെ ബോറടിപ്പിക്കരുതെന്നുള്ളതാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എവർ ക്രിയേറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ടോക്കുകൾ വേണ്ട എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ പറയുക. പാട്ടിന്, മ്യൂസിക്കിന് ഭയങ്കരമായിട്ട് എല്ലാവരുടെ ഹൃദയങ്ങളെ ആകർഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പാട്ടുകളിലൂടെ കഥ പറയുക, പാട്ടുപാടി ആരാധിക്കുക, അതിലൂടെ ഈശോയെ അറിയുക. അപ്പോൾ അതാണ് അത്. ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ എബൈഡ് എന്ന യൂത്ത് റിട്രീറ്റിലൂടെ നമ്മളത് ടെസ്റ്റ് ചെയ്തതാണ്. അത് ഒത്തിരി ധ്യാനങ്ങളിൽ മ്യൂസിക് ഒത്തിരി പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ യൂറോപ്പിലും ഉള്ള 23 രാജ്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി അതാണ്. ഇപ്പോൾ നാട്ടിൽ ഇവിടെ ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴും മ്യൂസിക്കിലൂടെ യുവജനങ്ങളെ ഈശോയുടെ ഹൃദയത്തിലേക്ക് പാട്ടുപാടി അടുപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിനോജച്ചന് എല്ലാവിധ പ്രാർത്ഥനകളും നമുക്ക് നൽകാം. സൃഷ്ടാവിൻ്റെ ആദ്യ താളത്തിൽ നിന്നുകൊണ്ട് അതിൽ ലയിച്ച് ചേർന്നുകൊണ്ട് അത് യുവജനങ്ങൾക്ക് ആ സൃഷ്ടാവിലേക്ക് എത്താനുള്ള ഒരു വഴി
കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ബിനോജച്ചിന് കഴിയട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസിക്കുന്നു. യുവജന പ്രസ്ഥാനങ്ങൾ, ക്രിസ്തീയ യുവജന പ്രസ്ഥാനങ്ങൾ പരസ്പര ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന പല കിംവദന്തികളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതിന് വ്യത്യസ്തമായ രീതിയിലാണ് ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഈ യുവജന പ്രസ്ഥാനങ്ങൾ ഒന്നിക്കുന്നത് ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ ജനറൽ കോർഡിനേറ്ററായ ആൽവിനോട് ചോദിക്കാം, ഇന്നത്തെ ഈ മ്യൂസിക്കൽ റിട്രീറ്റ് നടക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ഈ 3 യുവജന പ്രസ്ഥാനങ്ങൾ, ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്? കാരണം നമ്മളെ ഇടവകയിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, നീ KCYM അല്ലേ, നീ CLC അല്ലേ, നീ ജീസസ് യൂത്ത് അല്ലേ എന്ന രീതിയിൽ പരസ്പര ബന്ധമില്ല, അതിലുള്ള ആൾക്കാർ ഇങ്ങോട്ടൊന്നില്ല, ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടില്ല എന്നൊക്കെ പറയുന്ന യുവജനങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആൽവിൻ പറയൂ, ഈ മ്യൂസിക്കൽ റിട്രീറ്റ് എങ്ങനെയാണ് നമ്മുടെ രൂപത നടത്തുന്നത്? നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ജീസസ് യൂത്ത്, CYM, CLC എല്ലാവരും ഒരുമിച്ച് ഒരു ധ്യാനം പങ്കെടുക്കണം എന്നുള്ളത്. വളരെ വർഷങ്ങൾക്ക് മുന്നേ നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം 2000 പേരോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതവണ നമുക്ക് 500 പേരാണ് നമുക്ക് ഈ റിട്രീറ്റിൻ്റെ ഭാഗമാവുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു കൂട്ടായ്മ, യുവജന കൂട്ടായ്മ തന്നെ നമ്മുടെ രൂപതയിൽ ഉണ്ടായി വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ KCM, CLC, ജീസസ് യൂത്ത് അങ്ങനെ മാറ്റി നിർത്താതെ എല്ലാവരും ഒരുമിച്ച് ഒരു കിടക്കയിൽ തന്നെ, ഞങ്ങളുടെ പേര് പോലെ തന്നെ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കൊടക്കഴയിൽ അതിനെ ഒരു കൊടക്കയിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു റിട്രീറ്റിലൂടെ, ഇത് കഴിഞ്ഞു വരുന്ന ബാക്കിയുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിട്രീറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കാനുള്ളത്, നമ്മുടെ KCYMന്റെ നേതാവ് എന്ന നിലയിൽ ഇതിന് നേതൃത്വം വഹിക്കാനായിട്ട് നിൽക്കുന്ന ആള് പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ഫ്ലറ്റിൻ ഫ്രാൻസിസ്. ഞാൻ KCY ഇരിഞ്ഞാലക്കുട രൂപതയുടെ ചെയർമാനാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്നാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്, ഇനി എത്രത്തോളം വരാനിരിക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് വളണ്ടിയർമാരും പാർട്ടിസിപ്പൻസും എല്ലാവരും അടക്കം ഏകദേശം 500 അടുത്ത് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. പിള്ളേരുകൾ ഇപ്പോഴും കുറച്ചേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആകുമ്പോഴേക്ക് ഒരു 500+ അടിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇതൊരു വലിയ സക്സസ് ആവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ? ഇവിടെ വേറൊരാളുണ്ട്, CLC. നമുക്ക് CLC കൂട്ടായ്മ നമുക്കറിയാം, സൊണാലിറ്റി അല്ലേ, പ്രാർത്ഥിക്കുന്ന വേറൊരു കൂട്ടായ്മയാണ്. യുവജനങ്ങൾ പല രീതിയിൽ ഈശോയുടെ പല പ്രേക്ഷിത ദൗത്യങ്ങളാണ് 3 യുവജന പ്രസ്ഥാനങ്ങളും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ CLCയുടെ നേതൃത്വത്തിൽ ഇവിടെ അക്കോമഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് പറയാം? നമ്മൾ 2 ബിൽഡിങ്ങിലായിട്ടാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 600 ആൾക്കുള്ള അക്കോമഡേഷൻ ഇവിടെ റെഡിയാണ്. പിന്നെ യുവജനങ്ങൾ ഇപ്പോൾ ലഹരിക്ക് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു അവർക്ക് പുതിയ ഒരു ഉണർവ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മാറ്റിവെച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ഈ ഒരു റിട്രീറ്റ് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഇവിടെ ഈ 3 ദിവസം ഈ റിട്രീറ്റ് അറ്റൻഡ് ചെയ്ത് നല്ല ഒരു ഉണർവേകാൻ ഇതുവഴി സാധിക്കും കരുതുന്നു. ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഒറ്റക്കുട കീഴിൽ ഇതാ 3 ക്രിസ്തീയ യുവജന പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർന്ന യുവജനങ്ങൾക്ക് വേണ്ടി ഒരു മ്യൂസിക്കൽ റിട്രീറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നമുക്ക് ഇവർക്ക് നേരാം. ഇവരോടൊപ്പം പ്രാർത്ഥനയിൽ നമുക്കും ചേരാം.